കോൺഗ്രസ് ബി.ജെ.പി സഖ്യവിവാദമുണ്ടായ തൃശൂർ മറ്റത്തൂരിൽ സമവായത്തിന്റെ ഭാഗമായി വൈസ് പ്രസിഡന്റ് നൂർജഹാൻ രാജിവെച്ചു. രാജിക്കത്ത് കെ.പി.സി.സിക്ക് കൈമാറും. പ്രസിഡന്റ് ടെസ്സി രാജിവെക്കില്ലെന്ന് അറിയിച്ചെന്ന് വിമത നേതാവ് ടി.എം. ചന്ദ്രൻ പറഞ്ഞു. ഗുണ്ടാത്തലവൻ കൊണ്ടകര റഷീദ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മറ്റത്തൂരിൽ 3 പേർക്ക് ഡി.സി.സി നേരിട്ട് ചിഹ്നം അനുവദിച്ചതെന്നും ടി.എം. ചന്ദ്രൻ ആരോപിച്ചു. പ്രസിഡന്റിനെ സംബന്ധിച്ച് അവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷെ വൈസ് പ്രസിഡന്റ് രാജി സന്നദ്ധത അറിയിക്കുകയും അവരുടെ രാജിക്കത്ത് ഇന്ന് തന്നെ കെ.പി.സി.സി നേതൃത്വത്തിന് കൈമാറുകയും ചെയ്യും. കൊടകര റഷീദാണ് 3 സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. താഴെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങോട്ട് കുറച്ച് ആളുകളെ അയക്കുന്നുണ്ട്, അവർക്ക് ചിഹ്നം കൊടുക്കണമെന്ന് പറഞ്ഞു. നടരാജ പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ, സമവായത്തിന്റെ ഭാഗമായി വൈസ് പ്രസിഡന്റ് രാജിവെക്കാമെന്ന് അറിയിച്ചിരിക്കുന്നു. പക്ഷേ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിലാണ് ടെസ്സിയുള്ളത്. അതുകൊണ്ട് ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ നീക്കം? ഒപ്പം തന്നെ പുതിയൊരു ആരോപണം കൂടി ടി.എം. ചന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. സമവായം ഏതാണ്ട് ധാരണയെങ്കിലും സമവായം പൂർണ്ണമാവുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ സംശയം വരുന്നത്. കാരണം ബി.ജെ.പിയുടെ പിന്തുണയോടുകൂടി നേടിയ സ്ഥാനങ്ങൾ രാജിവെക്കുക എന്നുള്ളതാണ് കെ.പി.സി.സി നിർദ്ദേശം. വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞു. പ്രസിഡന്റ് ആയിരിക്കുന്നത് വിമതയായിട്ടുള്ള വ്യക്തിയാണ്. വിമതയെ നിർബന്ധിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നാണ് മറ്റ് നേതാക്കൾ പറയുന്നത്. വിമത പ്രസിഡന്റായിട്ട് ഇപ്പോൾ തുടരുകയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ കെ.പി.സി.സി നിർദ്ദേശം പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല. ഇനി വരുന്ന ചോദ്യം, വിമതയ്ക്കെതിരെ പ്രസിഡന്റ് ആയിരിക്കുന്ന വിമതയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അത് ഈ വിമത നേതാക്കൾ വോട്ട് ചെയ്ത് പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ്. അതിൽ ഈ പത്രസമ്മേളനത്തിൽ ചന്ദ്രൻ എന്ന വിമത നേതാവ് അതിലൊരു കമ്മിറ്റ്മെന്റ് നടത്തിയില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. 6 മാസം കഴിഞ്ഞാകും അവിശ്വാസ പ്രമേയം വരിക. അക്കാര്യം അപ്പോൾ വിശദമാക്കാമെന്ന് പറയുമ്പോൾ വിമതന്മാരുടെ പ്രശ്നങ്ങൾ ഇനിയും തീർന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അവർ ഇപ്പോഴും കെ.പി.സി.സിയുടെ ലൈനിൽ പൂർണ്ണമായി വന്നിട്ടുണ്ടോ എന്ന കാര്യവും സംശയമാണ്. എന്തായാലും അവർ രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അവർ ഒരു കമ്മിറ്റ്മെന്റ് നടത്തുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. മാത്രമല്ല, നേരത്തെ ഉന്നയിച്ച ആരോപണം വീണ്ടും ആരോപിക്കുകയാണ് ഈ വിമത നേതാക്കൾ. അതായത് ഗുണ്ടാ നേതാവിന്റെ ആവശ്യപ്രകാരം 3 പേരെ ഡി.സി.സി സ്ഥാനാർത്ഥിയാക്കി. ഇതുൾപ്പെടെ ഡി.സി.സി പ്രസിഡന്റിനെതിരെ ഇവർക്കുള്ള പരാതികൾ കെ.പി.സി.സി പ്രസിഡന്റിന് ഇവർ അയച്ചിട്ടുണ്ട്. രാജിക്കത്തിനൊപ്പം ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടത്. എന്തായാലും മറ്റത്തൂരിൽ സമവായമായി എന്ന് കോൺഗ്രസ് ആശ്വസിക്കുമ്പോഴും കാര്യങ്ങളെല്ലാം സെറ്റിലായിട്ടില്ല, അത്ര പന്തിയല്ല എന്നുള്ള കാര്യം ബാക്കി കിടക്കുന്നു. അനീഷ.